ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു അഡ 24/7 കേരള. അങ്ങനെ 5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വന്ന ICDS സൂപ്പർവൈസർ നോട്ടിഫിക്കേഷൻ. വളരെ കുറച്ച് ആൾക്കാർ മാത്രം അപ്ലൈ ചെയ്യുന്ന, അല്ലെങ്കിൽ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, നമ്മൾ ശ്രമിച്ചാൽ, നമ്മളൊരു എഫേർട്ട് കൊടുത്താൽ നമുക്ക് കിട്ടാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ള ICDS സൂപ്പർവൈസർ എക്സാം. അപ്പോൾ ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്കൊരു ഡൗട്ട് വരും, എവിടെ തുടങ്ങണം, എന്ത് പഠിക്കണം, എത്ര ദിവസം നമുക്ക് പഠിക്കാൻ സമയം കിട്ടും. ഇതൊക്കെയാണ് ഫസ്റ്റ് നമ്മുടെ മനസ്സിനകത്ത് ഡൗട്ടായിട്ട് വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഫാക്റ്റ്, നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് എത്ര ദിവസമാണ് ആകെ കിട്ടുന്നത്. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ നോക്കുക, ഈ കാണുന്നത് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റാണ്. അതായത് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് 2021 ഫെബ്രുവരി മാസത്തിൽ വന്ന റാങ്ക് ലിസ്റ്റ്. 2021 ഏത് മാസത്തിലാണ് വന്നത്? ഫെബ്രുവരി മാസത്തിൽ വന്ന റാങ്ക് ലിസ്റ്റ്. റാങ്ക് ലിസ്റ്റിന് കാലാവധി 3 വർഷമാണ്. റാങ്ക് ലിസ്റ്റിന് കാലാവധി 2024 ഫെബ്രുവരി മാസം വരെ റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട്. അപ്പോൾ വരാൻ പോകുന്ന 2024 ഫെബ്രുവരി മാസം വരെയാണ് നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. അപ്പോൾ അതിനുശേഷം ഏത് നിമിഷം വേണമോ എന്ത് ചെയ്യാം, പുതിയ റാങ്ക് ലിസ്റ്റ് വരാം. ഇതാണ് അവസ്ഥ. അപ്പോൾ നമുക്ക് എന്തായാലും ഫെബ്രുവരിയിലൊന്നും ഇനി റാങ്ക് ലിസ്റ്റ് വരാൻ പോകുന്നുമില്ല. ഒരു 2 മാസമൊക്കെ കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്താൽ മതി, പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ ഞാൻ പറയാൻ വന്ന പോയിന്റ് എന്ന് വെച്ചാൽ, ഫെബ്രുവരിക്ക് ശേഷം എപ്പോൾ വേണോ എന്ത് വരണം, റാങ്ക് ലിസ്റ്റ് വരണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സാം നമുക്ക് എപ്പോൾ പ്രതീക്ഷിക്കാം? എക്സാം നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് ഒന്നുകിൽ ഫെബ്രുവരി മാസം, അല്ലെങ്കിൽ മാർച്ച് മാസം, അല്ലെങ്കിൽ ഏപ്രിൽ മാസം. ഇതിൽ ഏതെങ്കിലും ഒരു 3 മാസത്തിൽ ഒന്നിൽ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. ഫെബ്രുവരി മാസം, അല്ലെങ്കിൽ മാർച്ച് മാസം, അല്ലെങ്കിൽ ഏപ്രിൽ മാസം. ഇതിൽ ഏതെങ്കിലും ഒരു മാസത്തിൽ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. നമുക്ക് ഫസ്റ്റ് ഫെബ്രുവരി തന്നെ നമുക്ക് എടുക്കാം. ഫെബ്രുവരി എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ദിവസം പ്രിപ്പയർ ചെയ്യാൻ കിട്ടും? അതായത് ഇപ്പോൾ ഏത് മാസമാണ്? ഇപ്പോൾ ഒക്ടോബറാണ്. ഇപ്പോൾ ഒക്ടോബറിൽ ഇന്ന് 3-ാം തീയതിയായി. ഇനി ഈ മാസം നമുക്ക് 28 ദിവസം കിട്ടും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത നവംബറാണ്. നവംബറിൽ നമുക്കൊരു 30 ദിവസം കിട്ടും. ദെൻ അത് കഴിഞ്ഞ് ഡിസംബറാണ്. ഡിസംബറിൽ ഒരു 31 ദിവസം കിട്ടും. ഫെബ്രുവരി ആണെങ്കിൽ നമുക്കൊരു അടുത്ത വർഷം ലീപ്പ് ഇയർ അല്ലേ, 29. ഓക്കെ, ഇപ്പോൾ 29 ദിവസം. അതായത് എല്ലാം കൂടെ കൂട്ടിയാൽ 30, 60, പിന്നെ അത് കഴിഞ്ഞ് 90, 28, 100, 118. നമുക്കൊരു 118 ദിവസമാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ കിട്ടുന്നത്. നിങ്ങൾ കണക്കാക്കുക. ചിലപ്പോൾ നമുക്ക് എക്സാം മാർച്ചിലാകാം. ഒരു മാസം നമുക്ക് കൂടുതലിപ്പം പഠിക്കാൻ കിട്ടാം. എന്നാലും നമ്മൾ ഏറ്റവും ചുരുങ്ങിയ ഒരു സമയമായിട്ടേ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ചൂടായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അതായത് നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോൾ എന്നോ നടക്കുന്ന ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു എന്നൊരു തോന്നലായിരിക്കും. പക്ഷേ നമ്മളതിനെ കൃത്യമായിട്ട് ഇനി പരീക്ഷയ്ക്ക് 118 ദിവസം, ഇനി പരീക്ഷയ്ക്ക് 117 ദിവസം, അങ്ങനെ കൗണ്ട് ഡൗൺ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്കൊരു ടെൻഷൻ വരും. അത് നല്ലതാണ്. നമ്മളെ കുറച്ചും കൂടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊന്ന് പുഷ് ചെയ്യും. നമ്മളെ പുഷ് ചെയ്താലേ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ ഇനി അടുത്ത് ഇതേപോലത്തെ ഒരു നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ 5 വർഷം എന്ത് ചെയ്യണം, കാത്തിരിക്കണം. 5 വർഷം കഴിഞ്ഞ് അടുത്ത് ഇതേപോലെ ഒരു നോട്ടിഫിക്കേഷനൊക്കെ എന്ത് ചെയ്യത്തുള്ളൂ, വരത്തുള്ളൂ. അതും വന്നാൽ നമുക്ക് പറയാൻ വന്നു എന്ന്. അതാണ് അവസ്ഥ. ഓക്കെ, അപ്പോൾ ഇത്രയും നല്ലൊരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഇത്രയും പഠിച്ചതിന്, ഇപ്പോൾ നിങ്ങൾ സൈക്കോളജി, സോഷ്യോളജി, അല്ലെങ്കിൽ ഹോം സയൻസ്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചതിന് എന്തെങ്കിലും ഒരു അർത്ഥം അതിനകത്ത് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫലം അതിനകത്ത് വേണമെങ്കിൽ അത് ഏത് നോട്ടിഫിക്കേഷനിലേ പറ്റത്തുള്ളൂ? ഈ നോട്ടിഫിക്കേഷനിൽ മാത്രമേ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷനുള്ളവർക്ക് മാത്രം എഴുതാൻ പറ്റുന്ന എക്സാം, വളരെ കുറച്ച് ആൾക്കാർ മാത്രം എഴുതുന്ന എക്സാം. ഇവിടെ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഇതാണ് ഇവിടെ സിലബസ് വന്നിരിക്കുന്നത്. അതായത് സിലബസ് മൊത്തം 4 വിഷയങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഒന്ന് ഹോം സയൻസ് ആണ്. ഒന്നാമത്തേത് ഹോം സയൻസ്. ഹോം സയൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ 5 സബ് ടോപ്പിക് ഉണ്ട്. എല്ലാ ടോപ്പിക് അല്ലെങ്കിൽ എല്ലാ വിഷയങ്ങൾക്കും 5 സബ് ടോപ്പിക് ഉണ്ട്. ഓരോ സബ് ടോപ്പിക്കിന് 5 മാർക്കാണ്. അങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. 5 സബ് ടോപ്പിക് ഉണ്ട്. 5 × 5 25 മാർക്ക്. അങ്ങനെ ഓരോ സബ് ടോപ്പിക്കിനും എത്ര മാർക്കാണ്? 25 മാർക്കാണ്. അങ്ങനെ 25 × 4 ഏതൊക്കെയാണ്? ഒന്ന് ഹോം സയൻസിന് 25 മാർക്ക്, സോഷ്യോളജിക്ക് 25 മാർക്ക്, ദെൻ സോഷ്യൽ വർക്കിന് 25 മാർക്ക്, സൈക്കോളജിക്ക് 25 മാർക്ക്. അങ്ങനെ 4 വിഷയങ്ങൾ. 25 × 4 എത്ര മാർക്കാണ്? 100 മാർക്കിനാണ് എക്സാം വരുന്നത്. ഓക്കെ, 100 മാർക്കിനാണ് എക്സാം വരുന്നത്. ഇനി ചിലപ്പോൾ മേ ബി ഒരു ഇൻ്റർവ്യൂ കാണാതിരിക്കാം. കാര്യം ഇപ്പോൾ ടെക്നിക്കൽ പരീക്ഷകൾക്കെല്ലാം തന്നെ എന്തുണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്. ചിലപ്പോൾ കാണാതിരിക്കാം, ഉറപ്പൊന്നുമില്ല. പക്ഷേ റിട്ടേൺ എക്സാം അല്ലെങ്കിൽ OMR എക്സാം എത്ര മാർക്കിനാണ്? 100 മാർക്കിനാണ്. ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ PSC പഠിക്കുന്ന ആൾക്കാർക്കൊന്നും തന്നെ ഈ എക്സാം എഴുതാൻ പറ്റത്തില്ല. കോമ്പറ്റീഷൻ കുറവാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ PSCക്ക് എന്താ പഠിക്കുന്നത്? മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, GK, അതായത് അതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ, ഹിസ്റ്ററി, ജോഗ്രഫി, സയൻസ്, അങ്ങനെ ബ്ലാ ബ്ലാ ബ്ലാ, അത്രയും കാര്യങ്ങളാണ് സാധാരണ PSCക്ക് പഠിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ അതൊന്നുമല്ല സിലബസ്. ഇവിടെ ഇതിനു വേണ്ടി മാത്രം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫോക്കസ് ചെയ്യണം. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ മുതൽ മാത്രമേ കോമ്പറ്റീഷൻ എന്ത് ചെയ്യുന്നുള്ളൂ, ആരംഭിക്കുന്നുള്ളൂ. ഇപ്പോൾ എവിടെയായാലും ഇപ്പോഴൊക്കെ അതിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് മുതൽ അല്ലെങ്കിൽ ഇന്നലെ മുതൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കോമ്പറ്റീഷൻ ആരംഭിക്കുന്നുള്ളൂ. ഇന്നലെ മുതൽ മാത്രമേ ഒരു കുട്ടി ഈ എക്സാമിന് വേണ്ടി എന്ത് ചെയ്യുന്നുള്ളൂ, പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ, അല്ലേ?
കാര്യം നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രമല്ല, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുമെന്ന് ഉറപ്പുള്ള ആ ഒരു സമയത്തിന് ശേഷമല്ല എന്തായാലും എല്ലാവരും സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ പ്രിപ്പറേഷൻ. അല്ലാതെ ആർക്കും ഇപ്പം നോട്ടിഫിക്കേഷൻ വരും അങ്ങനെ ദിവ്യദർശനമൊന്നുമില്ല. എല്ലാവരും ഇപ്പം മുതൽ മാത്രം എന്ത് ചെയ്തിട്ടുള്ളൂ, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളും ഇപ്പം മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ റേസിൽ ഫസ്റ്റ് നിങ്ങൾക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നാമത്തെ പ്രശ്നം, ഇവിടെ ഇതിനു വേണ്ടി മാത്രമുള്ള സിലബസാണ്. അപ്പോൾ ഇനി പഠിച്ചു തുടങ്ങിയാൽ, ഇപ്പോഴാണ് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇപ്പോഴേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിക്ക് നിങ്ങൾക്ക് മുകളിലേക്ക് വരാൻ പറ്റും. ഇവിടെ നിങ്ങളിപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഡിഗ്രി ഹോം സയൻസ് ആയിരിക്കും, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വിഷയമൊക്കെ കുഴപ്പമില്ല. പക്ഷേ ബാക്കി 3 വിഷയങ്ങൾ കിടപ്പുണ്ട്, സോഷ്യോളജി, സോഷ്യൽ വർക്ക്, സൈക്കോളജി. അടുത്ത സോഷ്യോളജിയാണ് നിങ്ങളുടെ വിഷയമെങ്കിൽ അവിടെ നിങ്ങളുടെ വിഷയം നിങ്ങൾക്ക് കുഴപ്പമില്ല, അവിടെ ബാക്കി ഹോം സയൻസ്, സോഷ്യൽ വർക്ക്, സൈക്കോളജി, അതൊക്കെ അത്രയും കാര്യങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ വിഷയം മാത്രം നമുക്ക് നോക്കിയാൽ പോരാ, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് നോക്കാൻ പറ്റണം. സിലബസ് ഒക്കെ ആണെങ്കിൽ അമ്മാതിരി സിലബസാണ്. നിങ്ങളെല്ലാം സിലബസ് കണ്ടു കാണാൻ, സിലബസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ 2020 സിലബസ് നിങ്ങൾ ഫോളോ ചെയ്യാം. 2018 സിലബസ് ഉണ്ട്, 2020 സിലബസ് ഉണ്ട്, 2022 സിലബസ് ഉണ്ട്. 2022 സിലബസ് വ്യത്യസ്തമാണ്, എന്നാൽ 2018 2020 സിലബസ് സെയിം സാധനമാണ്. പക്ഷേ നിങ്ങൾ എടുക്കുമ്പോൾ 2020 സിലബസ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. എന്ന് വെച്ചാൽ 2020 ഈ കാണുന്ന ഈ സിലബസിൽ, അതായത് കാറ്റഗറി നമ്പർ 299/2020 വന്ന ഈ സിലബസിൽ കൃത്യമായിട്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കിടപ്പുണ്ട്. ഓരോ ടോപ്പിക്കിനും എത്ര മാർക്കാണ് വരുന്നതെന്ന് കൃത്യമായിട്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കിടപ്പുണ്ട്. അത് നമുക്ക് പഠിക്കാൻ കുറച്ചും കൂടെ നല്ലതാണ്. അതായത് ഇങ്ങനെ കാർഡ് കയറി പഠിക്കാതെ ഇന്ന ടോപ്പിക്കുകൾക്ക് ഇത്ര മാർക്ക്, ആ മാർക്കിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാണുന്ന ഈ സിലബസ് നിങ്ങൾ ഫോക്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ബാക്കിയുള്ള PSCയുടെ എക്സാംസ് ആണെങ്കിൽ, എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു LD ക്ലർക്ക് ആണെങ്കിൽ, അല്ലെങ്കിൽ ഡിഗ്രി പ്രിലിംസ് ആയാലും കോച്ചിങ് ഒക്കെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു LDC എക്സാം അല്ലെങ്കിൽ ഒരു LGS എക്സാം, അപ്പോൾ അതേപോലുള്ള എക്സാംസിലൊക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. കാര്യം കണ്ടന്റ് നമുക്കറിയാം, അല്ലെങ്കിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. വായിച്ച സാധനം നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് മനസ്സിലാവും. അതൊരു വലിയ പ്ലസ് പോയിന്റ് ആണ്. ബാക്കി ഏതായാലും ഓക്കെ, ഹിസ്റ്ററി നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. അടുത്ത ജോഗ്രഫി, ഒരുവിധമൊക്കെ കുറേ ടോപ്പിക്കുകളൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവിടെയും പാടൊന്നും കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൽഫായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സൈക്കോളജി, then അത് കഴിഞ്ഞ് ബാക്കി ഹോം സയൻസ്, അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് നല്ലൊരു എന്താണെന്ന് കോൺസെപ്റ്റ് മനസ്സിലാക്കിയാലേ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ഇത് പഠിക്കാൻ പറ്റത്തുള്ളൂ. സോ ഇത് നിങ്ങൾ ഇവിടെ നിന്നല്ല എവിടെയായാലും, ചില ആൾക്കാർക്ക് ഓക്കെ നമ്മൾ എന്താ പറയുക, ഇവിടെ തന്നെ പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് നിങ്ങൾക്ക് പഠിക്കാം. പക്ഷേ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ പഠിക്കാൻ പോകണം കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് ഈ എക്സാമിനെ പിടിക്കാൻ പറ്റത്തുള്ളൂ. കാര്യം ഇത് ഒറ്റയ്ക്കിരുന്ന് വായിച്ചാൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. സൈക്കോളജിയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തന്നെ സൈക്കോ ആയിപ്പോൾ. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ സിലബസ് മൊത്തം വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു കോച്ചിങ് എടുക്കുക. കുറച്ച് ദിവസം, ഒരു 118 ദിവസം സ്റ്റഡി പ്ലാനിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് പറയാം, എങ്ങനെ നമുക്ക് പഠിക്കാം, എങ്ങനെ പഠിക്കാം. ഇവിടെ ഇത്രയേ ഉള്ളൂ. ഒരു കോച്ചിങ്ങിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ജോയിൻ ചെയ്യാം. എന്നിട്ട് അവിടെ തരുന്ന ക്ലാസ്സുകൾ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. കൃത്യമായിട്ട് നിങ്ങൾ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക. കാര്യം ഒറ്റയ്ക്ക് നമുക്ക് വായിച്ച് നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വീട്ടിൽ നിന്ന് എഫേർട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ക്ലാസ്സുകൾ വരുന്ന കോൺസെപ്റ്റുകൾ, ആ ക്ലാസ്സിൽ വരുന്ന ടോപ്പിക്കുകൾ ഭംഗിയായിട്ട് നിങ്ങൾ പഠിക്കാം. പെട്ടെന്ന് പഠിക്കുന്ന ടോപ്പിക്കുകളൊക്കെ സിലബസിനകത്ത് മാർക്ക് ചെയ്ത് അങ്ങ് പോവുക. അതിനെ റിവിഷൻ നടത്തുക. മാക്സിമം അതിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. മാക്സിമം അതിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ക്ലാസ് സൂപ്പർബായിട്ട് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇനി നിങ്ങൾ നല്ല കിടിലമാണോ, നല്ല ബുദ്ധിയുണ്ട്, നിങ്ങൾക്ക് ഇതൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ ഒന്നും നിങ്ങൾ വേണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അങ്ങ് ഒരു സൈഡിൽ നിന്ന് പതുക്കെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് ഒരു ദിവസം ഒരു 5 മണിക്കൂറൊക്കെ വെച്ച് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഓരോ മൊഡ്യൂളായിട്ട്, ഓരോ മൊഡ്യൂളിൻ്റെയും ഓരോ ടോപ്പിക്ക് വെച്ച് പതുക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് പോകാം. ഒറ്റ കാര്യം ഉറപ്പിച്ചാൽ മതി, നിങ്ങളാണ് ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ആൾ. ഒറ്റ കാര്യം ഉറപ്പിക്കുക, നിങ്ങളാണ് ഏറ്റവും നന്നായിട്ട് ഇതിനു വേണ്ടി സമയം കൊടുക്കുന്നയാൾ, നിങ്ങളാണ് ഏറ്റവും നന്നായിട്ട് ഇതിനു വേണ്ടി എഫേർട്ട് കൊടുക്കുന്നയാൾ, ഏറ്റവും നന്നായിട്ട് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ നിങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വിജയമാർക്ക് തന്നെ ആയിരിക്കും, നിങ്ങൾക്ക് തന്നെ ആയിരിക്കും. ആ ഒരൊറ്റ കാര്യം മാത്രം എന്ത് ചെയ്താൽ മതി, ഉറപ്പിച്ചാൽ മതി. അത്യാവശ്യം നല്ല സാലറി ഉള്ള പോസ്റ്റാണ്. എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു 40 ആ റേഞ്ചൊക്കെ അടുപ്പിച്ച് നിങ്ങൾക്ക് സാലറി കിട്ടും. പ്രൊമോഷൻ ചാൻസും വളരെ കൂടുതലാണ്. അടുത്ത പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ CDPO ആയിട്ടാണ് പ്രൊമോഷൻ കിട്ടുന്നത്. CDPO കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രോഗ്രാം ഓഫീസറാണ്. അങ്ങനെ നല്ല പ്രൊമോഷൻ ചാൻസാണ്, നല്ല അംഗീകാരമാണ്, നല്ല സൂപ്പർ പോസ്റ്റാണ്. അവസരം മിസ്സാക്കരുത്. നിങ്ങളുടെ ക്വാളിഫിക്കേഷനിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുക. 118 ദിവസം അവിടെ Day 1, Day 2, Day 3 അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. ഇനി ഇതിന് വേണ്ടിയിട്ട് ICDSൻ്റെ സൂപ്പർവൈസറിന് വേണ്ടിയിട്ട് നമ്മളൊരു ബാച്ച് മറ്റന്നാൾ സ്റ്റാർട്ട് ചെയ്യാം. അതായത് October 5 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനകത്ത് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ബാച്ചിനകത്ത് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ക്രോമിൽ കയറുക,
ADA 24/7 മലയാളം. ഗൂഗിൾ ക്രോമിൽ കയറുക, ADA 24/7 മലയാളം എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ADA 24/7 മലയാളം എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നേരെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നേരെ നമ്മുടെ വെബ്സൈറ്റിലെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാ ബാച്ചിലും കാണാൻ പറ്റും. ദാ ഇവിടെ കിടപ്പുണ്ട് 1, 2, 3, 4 നാലാമതായിട്ട് കിടപ്പുണ്ട് ICDS സൂപ്പർവൈസർ ടാർഗറ്റ് ICDS ബാച്ച്. നമ്മൾ ഒക്ടോബർ 5 സ്റ്റാർട്ട് ചെയ്യണം. ഈ ബാച്ചിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 200+ അവേഴ്സിൻ്റെ ലൈവ് ഇൻട്രാക്റ്റീവ് ക്ലാസ്സുകളാണ്. അതായത് കാലങ്ങൾക്ക് മുമ്പേ റെക്കോർഡ് ചെയ്ത് വെച്ച പഴയ ക്ലാസ്സുകളൊന്നും അല്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ എക്സാമിൻ്റെ സിലബസ് എൻ്റർലി ഡിഫറൻ്റ് ആയിരുന്നു. അപ്പം അങ്ങനെ പഴയ ക്ലാസ്സുകളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന, മറിച്ച് 200+ അവേഴ്സും ലൈവ് ഇൻട്രാക്റ്റീവ് ക്ലാസ്സുകളാണ്. ഇനി ലൈവ് ക്ലാസ് നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡഡ് സെഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ പകൽ സമയത്തായിരിക്കും ഒരു ക്ലാസ് പകൽ സമയത്ത്, മറ്റൊന്ന് രാത്രിയിലും. അതായത് ഒരു ദിവസം നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് 2 ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മൺഡേ ടു ഫ്രൈഡേ ഓരോ ദിവസം 2 ക്ലാസ് വെച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ സ്റ്റഡി നോട്ട്സ്, മെറ്റീരിയൽസ് ബാക്കിയെല്ലാം ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ PDF നോട്ട്സ് തന്നെ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ എല്ലാമായിട്ടാണ് നമ്മൾ ഈ ബാച്ച് ഒക്ടോബർ 5 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ബൈ നൗ കൊടുക്കുക. ബൈ നൗ കൊടുക്കുമ്പോൾ നേരെ പർച്ചേസ് പേജിലേക്ക് പോവുക. അപ്പോൾ കോഡ് മറക്കണ്ട, Y363 എന്നൊരു കോഡ് അപ്ലൈ. അതെൻ്റെ ഫാക്കൽറ്റി കോഡാണ്, നമ്മുടെ കട്ടയ്ക്കുള്ള സപ്പോർട്ടാണ്. സോ Y363 എന്നുള്ള കോഡ് അപ്ലൈ ചെയ്യാം. Y363 എന്ന കോഡ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 603 രൂപ ഡിസ്കൗണ്ടോടുകൂടി 2,946 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, ജോലി ഉറപ്പിക്കാം. ഓക്കെ, അപ്പോൾ പ്രിപ്പറേഷൻ നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് ക്ലാസ് തൊട്ട് തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഒന്ന് മിസ്സായ ഒരു ഫീൽ വരത്തില്ല. നന്നായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക. ഈ അവസരം പിന്നെ കിട്ടത്തില്ല. ഒരിക്കൽ ലൈഫിൽ കിട്ടിയാൽ പിന്നെ ഒരിക്കലും നമുക്ക് എന്താ പറയുക, ഒരിക്കലും വരാത്ത, റിപ്പീറ്റ് ചെയ്യാത്ത സാധനങ്ങൾ എന്ത് മാത്രമേ ഉള്ളൂ, അവസരങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മിസ്സാക്കാതിരിക്കുക. ഇനി ഇതേപോലത്തെ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പലരും ഏജ് ഓവറായി പോകും. അപ്പോൾ കാത്തിരിക്കേണ്ട, എഫേർട്ട് കൊടുക്കുക. ഇന്നോട്ട് തന്നെ അങ്ങ് പഠിച്ചു തുടങ്ങുക. ശ്രമിക്കുക. നമ്മളെ കൊണ്ട് എത്രത്തോളം പഠിക്കാൻ പറ്റും, എത്രത്തോളം ഇതിൻ്റെ പുറകെ ഇരിക്കാൻ പറ്റും, അത്രത്തോളം എഫേർട്ട് കൊടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ റാങ്ക് ലിസ്റ്റ് വരും. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജോലി കയറാം. ഒരുപാട് വർഷങ്ങളൊന്നും കാത്തിരിക്കേണ്ട. അടുത്ത വർഷം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജോലി കയറാം. ഓക്കെ, ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ. ബൈ.